പാലക്കാട് ഒരു പൊതുശ്മശാനത്തിൽ പ്രത്യേക ജാതി വിഭാഗങ്ങൾക്കായി സ്ഥലം വേർതിരിച്ച് നൽകിയതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അവിടെ ഒരു പൊതുശ്മശാനത്തിൽ NSS കരയോഗത്തിന് അവിടെ ഒരു ഷെഡ് കെട്ടണം. മഴക്കാലത്ത് ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 10 സെന്റ് സ്ഥലം നൽകണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് ഒരു കത്ത് നൽകി, ഒരു അപേക്ഷ നൽകി. പക്ഷേ 10 സെന്റിന് പകരം നഗരസഭ 20 സെന്റ് സ്ഥലം അനുവദിച്ചു. അവിടെ ആ സ്ഥലം അവർ വേർതിരിച്ച് കെട്ടുകയും അവിടെ ഒരു ഷെഡ് പണിയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നേരത്തെ ബ്രാഹ്മണർക്ക് സമാനമായ രീതിയിൽ സ്ഥലം വേർതിരിച്ച് നൽകിയിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു NSS ഈ അപേക്ഷ നൽകിയത്. പക്ഷേ NSSന് സ്ഥലം നൽകിയതിന് ശേഷം കൂടുതൽ ജാതി വിഭാഗങ്ങൾ സമാനമായ ആവശ്യവും ഉന്നയിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അതിൽ വിശ്വകർമ്മ, ഈഴവ, ചെറുമ സമുദായങ്ങളൊക്കെ തങ്ങൾക്കും NSSന് നൽകിയതുപോലെ തന്നെ 20 സെന്റ് ഭൂമി അനുവദിച്ച് നൽകണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. അതാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. അതിനെതിരെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പൊതുശ്മശാനത്തിൽ പോലും ജാതി വേർതിരിവ് നടത്തുന്നത് അത് തെറ്റായ സന്ദേശം നൽകും. അതുകൊണ്ട് തന്നെ നഗരസഭ ഒരു തീരുമാനം അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പലരും ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നമെന്ന് നോക്കാം. അജിംസ് അവിടെ പാലക്കാട് ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ എന്താണ് ഈ ശ്മശാനത്തെ ചൊല്ലി ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാദം? പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാലക്കാട് നഗരം പോലെ തന്നെ പാലക്കാട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊതുവെ കേരളത്തെക്കുറിച്ച് പറയുക, അത്ര ജാതി വ്യവസ്ഥ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. നമ്മൾ കുറേ കൂടി പുരോഗമനമുള്ള സംസ്ഥാനമാണ്. ഉത്തരേന്ത്യയേക്കാൾ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളാൽ ജാതി ദൃശ്യമല്ലാത്തൊരു സംസ്ഥാനമാണെന്നാണ് പൊതുവെ പറയാറ്. ജാതി കുറേ കൂടി ദൃശ്യമായ ഒരു സ്ഥലമാണ് പാലക്കാട് എന്നാണ് എനിക്ക് അവിടെ നിന്നുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പൊതുശ്മശാനത്തിൽ എന്തിനാണ് ഒരു സമുദായ സംഘടനയ്ക്ക് പ്രത്യേകമായ സ്ഥലം അനുവദിക്കുന്നുള്ള ഒരു ചോദ്യം, അത് നിയമപരവും സാങ്കേതികവുമാണ്. അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ, അത് ശരിയല്ലല്ലോ. പൊതുശ്മശാനത്തിൽ എല്ലാവർക്കും ഒരേപോലെ സൗകര്യമല്ല വേണ്ടേ എന്നുള്ളത് നിയമപരവും സാങ്കേതികവുമായ ഒരു ചോദ്യമാണ്. അതിനപ്പുറം അവിടെ ആ ശ്മശാനത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്ഥലം നിലനിന്നുണ്ട്. ബ്രാഹ്മണ സമുദായത്തിന് വേണ്ടി ഒരു പ്രത്യേക ഷെഡ് അവിടെ വളരെ കാലം മുമ്പേ ഉണ്ട്. ആ ഷെഡിലാണ് ബ്രാഹ്മണർ എന്ത് ചെയ്യുന്നത്, അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താറുള്ളത്. അത് നടത്താറുണ്ട് എന്ന് മാത്രമല്ല, അവിടെ മറ്റാരെയും അതിൻ്റെ പുലയോ അങ്ങനെ എന്തോ കഴിയുന്നവരെ അങ്ങോട്ടാരും പ്രവേശിക്കാനും സമ്മതിക്കാറില്ല. അതായത് ജാതി വളരെ എവിഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്ടെ പൊതുശ്മശാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ ബ്രാഹ്മണ സമുദായം നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ NSS പറഞ്ഞു ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞു. കാരണം എന്താ, ആ ബ്രാഹ്മണ സമുദായത്തിൻ്റെ ഷെഡിലേക്ക് NSSകാർക്കും കയറാൻ പറ്റില്ല. അതിൻ്റെ കാരണവും ജാതിയാണ്. കാരണം NSSകാർ ശൂദ്രന്മാരാണ്, അവർ ബ്രാഹ്മണരാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇവർക്ക് പ്രത്യേകമായ സ്ഥലം അനുവദിച്ചപ്പോൾ എന്താണ് സംഭവം, അത് പുറത്തറിഞ്ഞു. അവരത് ഷെഡ് നിർമ്മിക്കുക മാത്രമല്ല, അവർക്ക് അനുവദിച്ച 20 സെൻറ്റിൽ അവർ മതിൽ പണിതു, ജാതി മതിൽ. നമ്മൾ ജാതി മതിലിനെ പറ്റി പണ്ട് മുളന്തുരുത്തിലൊരു ജാതി മതിൽ ഓർക്കുന്നുണ്ടല്ലോ. അതായത് കീഴ്ജാതിക്കാർ നടന്നു പോകാതിരിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ ബോർഡറിൽ മതിൽ പണിതാണ്, അതിൽ നടന്നു പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഞങ്ങൾ ശൂദ്രരാണ്, എന്നാൽ ഇനി ശൂദ്രന്മാരല്ലാത്ത ആരും ഞങ്ങളിലേക്ക് കയറേണ്ടതെന്ന് കരുതി അവർക്ക് ശവസംസ്കാരത്തിന് അനുവദിച്ച 20 സെൻറ്റ് സ്ഥലത്ത് അവർ മതിൽ കെട്ടുകയാണ് ചെയ്തത്. അതാണ് പുറത്തു വന്ന് വാർത്തയാവുകയും വിവാദമാവുകയും പിന്നീട് തിരുത്തുകയും ചെയ്യേണ്ടി വന്നത്. ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വേടൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ഒരു BJP കൗൺസിലർ പരാതി അയച്ചിരുന്നു NIAക്ക്. അതായത് വേടനെതിരെയുള്ള BJPയുടെയും സംഘപരിവാറിൻ്റെയും വിമർശനം എന്താണ്, അദ്ദേഹം ജാതിയെപ്പറ്റി സംസാരിക്കുന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനെ ജാതിയുണ്ടോ, ഇവിടെ ജാതിയില്ലല്ലോ, നിങ്ങൾ പറഞ്ഞ ജാതി ഉണ്ടാക്കരുത്. ഇത് BJPയുടെ മാത്രം ആക്ഷേപമല്ല കേട്ടോ. അത് ജാതി വിവേചനത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ കേരളത്തിലെ സെക്യുലറുകൾ എന്ന് പറയുന്നവരും പുരോഗമന രാഷ്ട്രീയം പറയുന്നവരും എല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, ഇവിടെ എന്ത് ജാതി, നിങ്ങൾ ജാതിയെപ്പറ്റി എന്താണ് പറയുന്നത്? ഇത് ഇവിടെ ജാതി ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്താലും അതൊക്കെ എക്സെപ്ഷൻസ് ആണ്, അതൊക്കെ അപവാദങ്ങളാണ്. അതൊന്നും നമ്മൾ പൊതുവായി പരിഗണിക്കാൻ പാടില്ല എന്നാണ് ഇവരുടെയൊക്കെ സ്ഥിര നിലപാട്. അത് BJPയുടെ മാത്രം നിലപാടല്ല, കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയം പറയുന്ന ആൾക്കാരുടെ നിലപാടാണത്. അതെനിക്ക് അനുഭവമുള്ളതാണ്. ഗോവിന്ദാപുരത്ത് അയിത്തമുണ്ട്, അത് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഇത് ഈ അയിത്തം എങ്ങനെ നാട്ടുകാർ കാണിച്ചു കൊടുക്കും? ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനുഷ്യരുടെ ഉള്ളിലുള്ള സാധനമാണ്, അത് പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മളത് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനോട് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആയിരുന്നു. അന്ന് CPMൻ്റെ ഏരിയ സെക്രട്ടറിനോട് ചോദിച്ചത്, പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അയിത്തം നടക്കുകയോ എന്നാണ് എന്നോട് ചോദിച്ചത്. നമ്മുടെ ബൈറ്റുണ്ട് ഇപ്പോഴും. അതായത് അങ്ങനെ നടക്കില്ല എന്നാണ് പൊതുവെ ആളുകൾ കരുതുന്നത്. ഇത് പുരോഗമന കേരളമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉഴുതുമറിച്ചിട്ട മണ്ണാണ്, അതുകൊണ്ട് ഇവിടെ ജാതിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ വിവാഹക്കോളങ്ങളിൽ, പത്രങ്ങളിൽ നിന്ന് വിവാഹ പരസ്യങ്ങളിൽ, കല്യാണങ്ങളിൽ, സ്കൂളുകളിൽ, ആരാധനാലയങ്ങളിൽ, വീടിൻ്റെ ഉള്ളറകളിൽ, കലയിൽ, സാഹിത്യത്തിൽ എല്ലായിടത്തും ജാതിയുള്ളതുപോലെ ശ്മശാനത്തിലും ജാതിയുണ്ട്. ഈ പൊതുശ്മശാനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമുദായങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അവിടെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള പൊതുശ്മശാനമാണ്. നഗരസഭയുടെ പൊതുപണം ഉപയോഗിച്ച്, നികുതി പണം ഉപയോഗിച്ചുണ്ടാക്കിയ അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ജാതി മതിൽ കെട്ടുകയും ജാതി ഷെഡുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ആത്മവിമർശനം നടത്തണം. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ആത്മവിമർശനം നടത്തണം.
ഈ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെയും ആ കാലത്ത് നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി 21-ാം നൂറ്റാണ്ടിൽ നിന്ന് ആത്മവിമർശനം നടത്തേണ്ട ഒരു വാർത്തയാണ്. യെസ് ദൗസർ, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പോകുന്നത് ആറടി മണ്ണിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു പിടി ചാരമാവാനാണ് പോകുന്നത്. പക്ഷേ അവിടെയും ഈ ജാതിയുടെ പേരിൽ ഈ വേർതിരിവ് നടത്തുന്നതിനെ എന്തെന്ന് പറയണം, എന്തെന്ന് വിശേഷിപ്പിക്കണം? അല്ല, ജാതിയുടെ വേർതിരിവ് എവിടെയെല്ലാം ഉണ്ട് എങ്ങനെയൊക്കെ അജിംസ് പറഞ്ഞു. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് പല ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും പല സ്വഭാവത്തിലുള്ള വിവേചനങ്ങളുണ്ട് വർണ്ണത്തിൻ്റെ. ഇപ്പോൾ അമേരിക്കയിൽ വർണ്ണവിവേചനം നിലനിൽക്കുന്ന രാജ്യമാണ്. ഭാഷയുടെ പേരിൽ ഇപ്പോൾ ശ്രീലങ്കയിലുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒറ്റ കാര്യമുള്ളൂ, ഭാഷയാണ്. സിൻഹളീസും തമിഴരും തമ്മിലുള്ള അത് ഭാഷയുടെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, അങ്ങനെ പല കാര്യങ്ങളിലും വിവേചനം നിലനിൽക്കുന്ന സമൂഹങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ജാതീയതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വിവേചനത്തിന് ദൈവശാസ്ത്രപരമായ അടിത്തറയുള്ള ഒരു അപൂർവ വിവേചന പദ്ധതിയാണ് ജാതീയത എന്നുള്ളതാണ്. അത് നമ്മൾ കാണണം. ശ്രുതികളുടെയും സ്മൃതികളുടെയും പിന്തുണയിൽ എൻഡോഴ്സ്മെൻ്റ് ഉണ്ട് അതിനെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ജാതിക്കെതിരായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള സാഹിത്യം എന്ന് പറയുന്നത് അംബേദ്കറുടെ അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകമാണ്. ആ പുസ്തകം രചിക്കപ്പെടാനിടയായ ഒരു പശ്ചാത്തലം മനസ്സിലാക്കണം. 1936 ആ പുസ്തകം ഇറങ്ങുന്നത്. ആ പുസ്തകം എന്താണെന്ന് പറയുക, 1936 ഒരു ലാഹോറിലുള്ള സംഘടന ജാട്ട് പാട്ട് തോടക് മണ്ഡൽ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന. ആ സംഘടന അടിസ്ഥാനപരമായി ജാതി വിരുദ്ധ സംഘടനയാണ്, ഒരു റിഫോമിസ്റ്റ് ഓർഗനൈസേഷനാണ്. ജാതീയത അവസാനിപ്പിക്കുക എന്നത് നിലപാടായി സ്വീകരിച്ച ഒരു സംഘടന ജാട്ട് പാട്ട് തോടക് മണ്ഡൽ എന്ന് പറയുന്ന സംഘടന. അവരുടെ സമ്മേളനത്തിലേക്ക് അംബേദ്കറെ ക്ഷണിക്കുകയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണം, അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രഭാഷണം, അതിൻ്റെ കരട് അദ്ദേഹം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് സംഘാടകർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അയ്യോ ഈ പ്രഭാഷണം ഇവിടെ നടത്താൻ പറ്റില്ല. അപ്പോൾ ആ പ്രഭാഷണം നടത്താൻ പറ്റില്ലെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ക്ഷണം, അദ്ദേഹം അത് നടത്താൻ പറ്റില്ല, ഞാൻ വരുന്നില്ലെന്ന് പറയുന്നു. അദ്ദേഹം ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം അവിടെയൊക്കെ അയച്ചു കൊടുത്ത പ്രഭാഷണത്തെ അദ്ദേഹം വികസിപ്പിക്കുന്നു. അതാണെന്ത് അനൈലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം സ്ഥാപിക്കുന്നത് എന്താണെന്നറിയോ, ജാതി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ കസ്റ്റം അല്ല, അതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് തിയോളജിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്. അതുകൊണ്ട് ജാതി നിർമൂലനം എന്ന് പറയുന്നൊരു സംഗതിയാണ് നടക്കേണ്ടത് ഈ ഫൗണ്ടേഷൻസിനെയാണ് പൊളിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്കത് സ്വീകരിക്കാൻ പറ്റാത്തത്. ഈ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ജാതിയോടുള്ള സമീപനത്തിലെ വ്യത്യാസം അവിടെയാണ് നിൽക്കുന്നത്. ജാതിയെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് അതിനെ റിഫോം ചെയ്യാം എന്നായിരുന്നു ഗാന്ധി വിചാരിച്ചിരുന്നത്. അംബേദ്കർ അത് സാധ്യമല്ല, അത് ജാതിയെ റീഇൻഫോഴ്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളായിരുന്നു അംബേദ്കറുടെ നിലപാട്. എന്ത് തന്നെയാണെങ്കിലും അംബേദ്കറും ഇവിടെ ഉണ്ടായിരുന്നു, ഗാന്ധിജി ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇതിനെതിരായ ജാതിക്കെതിരായ നിലപാട് സ്വീകരിച്ചവരാണ്. പക്ഷേ ജാതി ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് എന്തിനാണത് എന്നൊക്കെ ചോദിച്ചാൽ അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, അവിടെ നേരത്തെ ബ്രാഹ്മിൻസിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് NSS അവർക്ക് സ്വന്തമായിട്ടൊരു ഭാഗം ആവശ്യപ്പെട്ടത്? അത് NSS ഒരു നമ്മൾ സാമാന്യമായിട്ട് സവർണ സമുദായം എന്ന് പറയുന്നതാണ്. പക്ഷെ അവരും വേറെ നിലക്കുള്ള വിവേചനം അനുഭവിക്കുന്നുണ്ട്. ഇനി അതിന് ഓരോ ജാതി വിഭാഗവും അതിന് മേലെയുള്ള ആളിൽ നിന്ന് ജാതി മർദ്ദനം ഏൽക്കുകയും അതിന് കീഴെയുള്ള ആളുകളെ ജാതീയമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേണീകൃത മർദ്ദന വ്യവസ്ഥയാണ്. അത് എന്തിനാതെന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമാണല്ലോ. ഭയങ്കര തമാശയാണത്. നമ്മളെല്ലാവരും തിന്നുന്നത് ഒരേ വായക്കൂടെയാണ്, അതിൻ്റെ അവശിഷ്ടം പുറത്തേക്ക് വിടുന്നത് ഒരേ അവയവത്തിലൂടെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ പുറത്തേക്ക് പോകുന്നതും ഒന്നാണ്, അകത്തേക്ക് വന്ന ആളുകൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഒരേ രക്തമാണ്. ദിവ്യ പറഞ്ഞവർ മരിച്ചു കഴിഞ്ഞാൽ ഒരേ അവസ്ഥയാണ്. പക്ഷെ എന്നാലും മനുഷ്യരിത് വലിയ സംഭവമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ വൈവാഹിക കോളത്തിൽ ജാതി പരിഗണിക്കുന്നില്ല എന്ന് എഴുതും. അവസാനം NB ഉണ്ടാവും, പട്ടികവർഗക്കാർ അപേക്ഷിക്കേണ്ടതില്ല. അച്ചടിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ പത്രങ്ങൾ, ഇപ്പോഴും വരുന്നുണ്ടാവും. ജാതി പരിഗണിക്കുന്നില്ല, അവസാനം ഉണ്ടാവും പട്ടികക്കാർ അപേക്ഷിക്കേണ്ടതില്ല.
ഇങ്ങനെയൊക്കെയുള്ളൊരു വിചിത്ര സമൂഹമാണ് നമ്മുടേത്. അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ഉദരത്തിൽ, ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഉദരത്തിൽ പിറന്ന ഒരേ വംശത്തിൽപ്പെട്ട ഒരു വർഗമാണ് എന്ന ഒരു വിചാരം ആന്തരികവൽക്കരിക്കാത്തിടത്തോളം, ഫ്രറ്റേണിറ്റി എന്ന് പറയും, സാഹോദര്യം, ആ ഒരാശയം ആന്തരികവൽക്കരിക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് ഉള്ളിൽ ഇതിനെ പിഴുതെടുത്ത് വലിച്ചെറിയുക എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് സാധ്യമാകുന്നില്ല ആളുകൾക്ക്. അതിൻ്റെ ഇതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ആദ്യ വാർത്തകൾ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിലുള്ളൊരു രാഷ്ട്രീയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ വേടനെതിരെ RSSൻ്റെ സൈദ്ധാന്തികന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇയാൾ ജാതി ഭീകരത പ്രചരിപ്പിക്കുന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് വേടനെതിരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? വേടൻ ജാതി ഭീകരത പ്രചരിപ്പിക്കുകയാണെന്നാണ് ഈ കേസരിയുടെ പത്രാധിപർ പറഞ്ഞത്. എന്താ സംഭവം അറിയോ? വേടൻ സംസാരിക്കുന്നത് എന്തിനെതിരെയാണ്? ജാതിക്കെതിരെയാണ്, ജാതി വിവേചനങ്ങൾക്കെതിരെയാണ്. അങ്ങനെ സംസാരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഇയാൾ ജാതി ഭീകരത പ്രചരിപ്പിക്കുന്നു എന്ന് RSSൻ്റെ സൈദ്ധാന്തികൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള സമരം, ജാതി വിവേചനത്തിനായുള്ള പാട്ടുകളും വരികളും എന്താണ്? അത് ഭീകരതയാണെന്നുള്ളതാണ്. അത് പ്രസംഗിച്ച് ഒരാഴ്ച കഴിയും മുമ്പാണ് ഇതേ BJP ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ, അവരുടെ ഈ പറയുന്ന ഹിന്ദുത്വ പ്രോജക്റ്റിന് ഏറ്റവും വലിയ ഭീഷണി ഇത് തന്നെയാണ്. എങ്ങനെയാണ് അവർ ജാതി എന്ന് പറയുന്ന പ്രശ്നത്തെ മറികടക്കുന്നത്? അവരെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാ കാലവും BJP അഭിമുഖീകരിക്കേണ്ടി വരും. അതിൻ്റെ ഒരു അടയാളം മാത്രമാണ് പാലക്കാട്ട് കാണുന്നത്. യെസ്, അതാണ്. കാലം എത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ജാതിയുടെ പേരിലുള്ള വേർതിരിവ് ഇന്നും നമുക്ക് പലയിടത്തും പ്രകടമായി തന്നെ കാണാൻ കഴിയും. അതിലൊന്നാണ് പാലക്കാട് പൊതുശ്മശാനത്തിൽ സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കം.